ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് ലിൽ വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് നെയ്യ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചപ്പട്ടാണിയാണ്. ഫ്രോസൺ പട്ടാണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസ് എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വേവിച്ചിട്ടുള്ള സ്വീറ്റ് കോൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ലഞ്ചിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഈ പട്ടാണിയും അതുപോലെ നമ്മുടെ സ്വീറ്റ് കോണും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ട് കെട്ട് പാലക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം പാലക്ക് പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു സംഭവമാണ്. അത് വെന്ത് കഴിഞ്ഞാൽ തീരെ ഒന്നും ഇല്ലാത്ത പോലെ ആവും കേട്ടോ. ഭയങ്കരമായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ 2 കെട്ടൊക്കെ എടുത്താലും അത്രയും വേണ്ടി വരും നമ്മുടെ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഫ്രോസൺ പട്ടാണി ആണെങ്കിലും അതുപോലെ സ്വീറ്റ് കോൺ നമ്മൾ വേവിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളിനി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള വളരെ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ നോക്കുക, നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. സവാള നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബസ്മതി റൈസ് ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ കഴിക്കാൻ എടുക്കുന്ന ചോറായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് ബസ്മതി റൈസ് വേവിച്ചിട്ട് ഇതുപോലെ ഒരു പാലക് പുലാവ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി എല്ലാം ചേർത്ത് പാലക്കും ആ ഒരു പട്ടാണിക്കടലും എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണിത്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എരിവ് കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരുമുളക് പൊടി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എരിവൊക്കെ തോന്നാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എരിവ് കുറച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. നമ്മൾ വലിയവരൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല എരിവോട് കൂടി കഴിച്ചാൽ അടിപൊളിയാണ്. ഇതിന് നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പി കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ദിവസവും കുട്ടികൾക്ക് വേറെ വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല നല്ല പുലാവുകളും ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു പാലക് പുലാവ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.